ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കേരളത്തിലിപ്പോൾ രാഷ്ട്രീയ സാഹചര്യമാണ്. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ എതിരായിട്ട് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അധികാരമോഹികളായ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തമ്മിത്തല്ലി ഇപ്പോൾ അവർ പാർട്ടി നശിക്കാനുള്ള ഒരു കഠിനമായ ശ്രമത്തിലാണ് അവർ. പാർട്ടി അങ്ങനെ തകർത്ത് മറ്റുള്ളവർക്ക് എങ്ങനെ വളരാം എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, വിഡ്ഢികളായ നേതാക്കന്മാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തത് ഇപ്പോൾ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരുടെ ദേശീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടപ്പെടാണ്ടിരിക്കണമെങ്കിൽ അവർക്ക് കേരളത്തിൽ തന്നെയും അധികാരം പിടിച്ചേ മതിയാവും. അപ്പോൾ അവർ അതിനുവേണ്ടി കഠിനമായ ശ്രമം നടത്തും. അധികാരത്തിന് തുടരണമെങ്കിൽ ജനകീയ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമാണ് അവർക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ബി ജെ പിക്ക് ആണെങ്കിലും അവരുടെ സമീപനത്തിലൊക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. എല്ലാ മതങ്ങളായിട്ടും എല്ലാ ജനങ്ങളുമായിട്ടും അവർ ഇടപഴകി ജനകീയ പദ്ധതികൾ കൊന്നാൽ മാത്രമാണ് അവർക്ക് പിടിച്ചേക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവർ ജനവിരുദ്ധ നയം കൊണ്ട് നടന്നാൽ അവർക്ക് കേരളത്തിൽ സീറ്റ് പിടിക്കാൻ കഴിയില്ല. ഇപ്പം മാറിയ സാഹചര്യത്തിൽ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല ചാൻസ് ഉണ്ട്. ജനകീയ പദ്ധതികളായിട്ട് ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരാണെങ്കിലും മീഡിയ ആൾക്കാരാണെങ്കിലും ഹൈ ലെവലിലുള്ള പാർട്ടിക്കാരാണ് ഇവർക്കൊക്കെ പ്രോത്സാഹനം ചെയ്യുന്ന, ഇവരെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന നല്ലൊരു ജനകീയ പദ്ധതിയുമായിട്ട് വന്നാൽ ഉറപ്പായിട്ടും മൂന്നാമതൊരു പാർട്ടികൾക്ക് നല്ലൊരു ചാൻസ് കേരളത്തിലുണ്ട്. അത് ഉപയോഗിക്കുക എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത്. നിരന്തരം പോരാടി പല ചർച്ചകളും ഇതെല്ലാം നടക്കും. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ് ശക്തമായ പോരാട്ടത്തിലൂടെ. ജനങ്ങളാണ് ഏറ്റവും പവർ. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്.